പക്ഷിഗണങ്ങൾ ഉണർന്നീത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയുമുണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 2 പ്രഭാതങ്ങൾ എനിക്ക് ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഒരു മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഹൈദരാബാദിലായിരുന്നതുകൊണ്ട് എനിക്ക് ഡിവോഷൻ ചെയ്യാൻ സാധിച്ചില്ല. പലരും മെസ്സേജിൽ കൂടെയും എന്നെ കോൾ ചെയ്തും പ്രത്യേകിച്ചും യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് നല്ല നല്ല കമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. എന്നെ പലരും വിളിക്കുന്നുണ്ട്. അത് ഒരുപാട് അനുഗ്രഹമാണ് എന്ന് എന്നോട് പറയുവാനിടയായി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ, അതായത് ചൊവ്വാഴ്ച ഞാൻ ചെയ്ത വീഡിയോയിൽ അത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. എന്തായാലും വളരെ ക്ഷേമത്തോടെ തിരിച്ച് ഭവനത്തിൽ വന്നു. ഇങ്ങനെ ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള ഈ ചിന്ത പങ്കിടുകയാണ്. നമ്മൾ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലേഖനത്തിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത വളരെ എന്നെ സ്പർശിച്ച ഒരു ഭാഗമാണ്. ആ ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലനായ യാക്കോബ് 1-ാം അധ്യായം എഴുതുമ്പോൾ അവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ആ ഘടകം എന്താണ്? അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, 3-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. വളരെ ആഴവും വളരെ ചിന്തനീയവുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് എന്ത് ചെയ്യുന്നുവെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. നമ്മെ സ്ഥിരതയുള്ളവളാക്കി മാറ്റുന്നു എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പരിശോധന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പെറുപെറുത്ത് അല്ലെങ്കിൽ അതിനെ ആ നിലയിൽ മനസ്സിലാക്കാതെ പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തെ പഴിചാരുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ ഒരു വിശ്വാസത്തിൻ്റെ പരിശോധന അത് ജീവിതത്തിൽ ഏറി വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുകയാണ്. കാരണം എത്രമാത്രം വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമ്മെ പഠിപ്പിക്കാമോ, അല്ലെങ്കിൽ എത്രമാത്രം വിശ്വാസത്തിൽ നമ്മെ അടിയുറപ്പിക്കുവാൻ കഴിയുമോ, അത്രമാത്രം വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഇറക്കുന്ന ഒരു മേഖലയാണ് പരിശോധന എന്ന് പറയുന്നത്. പരിശോധനയിൽ ഒരിക്കലും ഒരു ദൈവ പൈതൽ തളർന്നു പോകരുത്. അത് ശാപത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെതായിട്ടോ അല്ല. പരിശോധന എപ്പോഴും നമ്മെ ദൈവത്തോട് ഒന്നും കൂടെ അടുപ്പിക്കുന്ന ഒരു മേഖലയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ദൈവത്തോട് ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ
നമ്മുടെ മുൻപിലുണ്ട്. എന്തിനാണ് കർത്താവേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പല മേഖലകളുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മെ പരിശോധനയുടെ ആ ആഴങ്ങളിൽ കൂടെ കടത്തി വിടുമ്പോൾ, നമ്മുടെ മലയാളത്തിൽ പ്രസിദ്ധമായൊരു പാട്ടുണ്ടല്ലോ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തിനെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി നമുക്കറിയേണ്ട ഒരു ഭാഗം എന്താണെന്നറിയാമോ? നമ്മളെ അത് നന്മയ്ക്കായിട്ട് ആ നന്മയിലേക്ക് അത് വ്യാപരിപ്പിക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്ന 2 പദങ്ങൾ കൂടെ ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് രേഖപ്പെടുത്തുന്ന ഒരു പദം ഇങ്ങനെയാണ്. പരിശോധനയെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചുമൊക്കെ പൗലോസ് രേഖപ്പെടുത്തുന്ന ഒരു പദം റോമാലേഖനത്തിൻ്റെ അകത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പദമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നിനും, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പട്ടിണിക്കോ പരിതാപത്തിനോ ആപത്തിനോ വാളിനോ ഒന്നിനും നമ്മെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുന്നതല്ലവേ അല്ല. അപ്പോൾ പരിശോധന നമ്മെ അതിൻ്റെ അകത്ത് സ്ഥിരത ഉളവാക്കുകയാണ്. ഇനി ഈ യാക്കോബിൻ്റെ ലേഖനമാണെങ്കിലും പൗലോസിൻ്റെ ജീവിതം കൊണ്ട് ഇതിനോടൊന്ന് ചേർത്ത് നിങ്ങൾ പഠിച്ചേ. പൗലോസ് എത്ര വട്ടം കോലിനാൽ അടികൊണ്ടെന്നറിയാമോ? പലവട്ടം കള്ളന്മാരാലുള്ള ആപത്ത്, കപ്പൽ ഛേദം, കടലിലെ ആപത്ത് എന്നു വേണ്ട ഈ ഉപദ്രവങ്ങളും ഈ നഗ്നതകളും ഈ പട്ടിണികളും ഈ പൈതാഹങ്ങളും ഒക്കെ സഹിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള ആഴമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമളക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ ഒന്നും കൂടെ ലയിച്ചു ചേരുവാൻ, ക്രിസ്തു എന്ന് പറയുന്ന ആ മഹത്വകരമായ വെളിപ്പാട് നമ്മിലേക്ക് വ്യാപരിപ്പിക്കാൻ വേണ്ടി നമ്മെ ചില പരിശോധനയിൽ കൂടെ ദൈവം കടത്തിവിടുകയാണ്. അങ്ങനെ കടത്തിവിടുമ്പോൾ പിറുപിറുക്കാതെ ഇതെൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം പഠനം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. താങ്ക് യു സോ മച്ച്.